നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS എന്നിവിടങ്ങളാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത് കുന്നത്തൂരിൽ. 227 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഏറ്റവും കുറവ് ബൂത്തുകൾ ചവറയിൽ. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. കൊല്ലം കുപ്പണ സ്വദേശിയായ യുവാവിനെയാണ് ആക്രമിച്ചത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS എന്നിവിടങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. നീണ്ട 24 ദിവസത്തെ കാത്തിരിപ്പിനാണ് തിങ്കളാഴ്ച വിരാമമാകുന്നത്. കണക്കുകൂട്ടലുകൾക്കും അവകാശവാദങ്ങൾക്കും അവസാനം തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ വ്യക്തമായി തുടങ്ങും. തിങ്കളാഴ്ച രാവിലെ 8-ന് കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായാണ് 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആകെ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി കൊല്ലം ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിനായി 220 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 220 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയമിച്ചിട്ടുണ്ട്. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി 118 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 229 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയമിച്ചിട്ടുണ്ട്. മൈക്രോ ഒബ്സർവർമാരായി യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ടേബിളുകളിൽ 220 പേരും പോസ്റ്റൽ സർവീസ് ബാലറ്റ് എണ്ണുന്ന ടേബിളുകളിൽ 118 പേരും ഉണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനായുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരാണ് ഉണ്ടാവുക. സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവരും, EVM വോട്ടുകൾ എണ്ണുന്നതിനുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും ഉണ്ടാവും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലേതിന് 8 വീതവും, കരുനാഗപ്പള്ളി, ചവറ, പുല്ലൂർ എന്നിവിടങ്ങൾക്കായി 7 വീതവും, ചാത്തന്നൂരിനായി 6-ഉം, ഇരയിപുരത്തിന് 5 ടേബിളുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി കുന്നത്തൂരിനായി 5 ടേബിളുകളും, കരുനാഗപ്പള്ളിക്കായി 4 ടേബിളുകളും, കൊട്ടാരക്കരയ്ക്ക് 3 ടേബിളുകളും, ചവറ, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ചാത്തന്നൂർ മണ്ഡലങ്ങൾക്കായി 2 വീതവും, ഇരയിപുരത്തിന് 1 ടേബിളുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർമ്മാണത്തിലിരുന്ന കിണറ്റിൽ ചെളിയിടിഞ്ഞ് ഉള്ളിലകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. കണ്ണനെല്ലൂർ വടക്കേമുക്ക് സ്വദേശി ദാവൂദാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. കുണ്ടറ കണ്ണനെല്ലൂർ വടക്കേമുക്ക് ചതുരവിള വീട്ടിൽ ദാവൂദാണ് കിണറ്റിനുള്ളിൽ അകപ്പെട്ടത്. കുണ്ടറ വെള്ളിമണ്ണിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലായിരുന്നു സംഭവം. ദിവസങ്ങളായി ഇവിടെ കിണറിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ബലക്കുറവുള്ള മണ്ണെത്തിയതോടെ റിങ്ങിറക്കി ആഴം കൂട്ടി വരികയായിരുന്നു. ഇതിനിടെ 120 അടിയോളം താഴ്ചയെത്തിയപ്പോൾ വ്യാസം കുറഞ്ഞ ചെറിയ തൊടി ഇറക്കിയ ശേഷം വീണ്ടും ആഴം കൂട്ടുന്നതിനിടയിൽ ദാവൂദിന്റെ ശരീരത്തിലേക്ക് മുകളിൽ നിന്നും ചെളി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് മറ്റൊരു തൊഴിലാളി ഉടൻ തന്നെ കിണറ്റിലേക്ക് ഇറങ്ങി ചെളി നീക്കി തുടങ്ങി. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇവരെത്തിയാണ് ദാവൂദിനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. തുടർന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദാവൂദിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുണ്ടറ ഫയർ സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ R. പ്രസേന്ദ്രൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ജില്ലാ ഫയർ ഓഫീസർ രാംകുമാറും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുപ്പണ സ്വദേശിയായ യുവാവിനെയാണ് ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 1-ന് കുപ്പണ കലാദർശിനി ക്ലബിന് മുൻവശം നിന്ന യുവാവിനെ ടെമ്പോ ട്രാവലർ വാഹനത്തിൽ വന്നവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കമ്പിവടി കൊണ്ട് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു.
മുൻവിരോധം നിമിത്തം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് 8 പേരെ അറസ്റ്റ് ചെയ്തത്. തൃക്കടവൂർ മരുന്തൽ ബീച്ച് ഏരിയയിൽ പൂർണിമ വീട്ടിൽ അച്ചു അശോക, തൃക്കടവൂർ കടവൂർച്ചേരിയിൽ കുറ്റിയിൽ വീട്ടിൽ മഹേഷ്, തൃക്കടവൂർ മുരുന്തൽ ബീച്ച് ഏരിയയിൽ തെങ്ങുവിള കിഴക്കതിൽ സുനീഷ്, അയത്തിൽ ദർശനാനഗർ 127 കാർത്തിക വീട്ടിൽ അരുൺ, തൃക്കടവൂർ കടവൂർച്ചേരിയിൽ ചുറ്റുവിളയിൽ ശ്യാം, തൃക്കടവൂർ കടവൂർച്ചേരിയിൽ അജിഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആദർശ, വടക്കേവിള അയത്തിൽച്ചേരിയിൽ തോട്ടൻകര വീട്ടിൽ സൂര്യജിത്ത്, വടക്കേവിള പട്ടത്താനഞ്ചേരിയിൽ പുതുമനപ്പുത്തൻ വീട്ടിൽ ശ്രീനാഥ് എന്നിവരെയാണ് അഞ്ചാലുമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുപ്പട സ്വദേശിയായ യുവാവിനെയാണ് ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇയാളും അച്ചു അശോകും തമ്മിലുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മെയ് 1 ഉച്ചയ്ക്ക് കുപ്പണ കലാദർശിനി ക്ലബിന് മുൻവശത്ത് നിന്ന യുവാവിനെ ടെമ്പോ ട്രാവലറിൽ വന്ന പ്രതികൾ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കമ്പിവടി കൊണ്ട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അക്രമത്തിൽ യുവാവിൻ്റെ തോളിന് പരിക്കേറ്റു. യുവാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SHO അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ SIമാരായ പ്രദീപ്, അർജുൻ, CPOമാരായ മഹേഷ്, സുനിലാൽ, പ്രമോദ്, സനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വോട്ടെണ്ണുമ്പോൾ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത് കുന്നത്തൂർ മണ്ഡലത്തിലാണ്. 227 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഏറ്റവും കുറവ് ബൂത്തുകൾ ചവറയിലാണ്. 188 ബൂത്തുകളാണ് ചവറ മണ്ഡലത്തിലുള്ളത്. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത് കുന്നത്തൂർ മണ്ഡലത്തിലാണ്. 227 ബൂത്തുകളാണ് കുന്നത്തൂർ മണ്ഡലത്തിലുള്ളത്. ഏറ്റവും കുറവ് ചവറയിലാണ്, 188 ബൂത്തുകൾ. കുണ്ടറ മണ്ഡലത്തിൽ 226 ബൂത്തുകളിലായി ആദ്യ റൗണ്ടുകളിൽ പെരിനാട് പഞ്ചായത്തിലെ 31 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. തുടർന്ന് പേരയത്തെ 16, കുണ്ടറയിലെ 14, ഇളമ്പള്ളൂരിലെ 35, കൊറ്റങ്കരയിലെ 35, തൃക്കോവിൽവട്ടത്തെ 50, നെടുമ്പനയിലെ 45 ബൂത്തുകൾ എണ്ണും. മൊത്തം 17 റൗണ്ടുകളായാണ് കുണ്ടറയിലെ വോട്ടെണ്ണൽ പൂർത്തിയാവുക. പത്തനാപുരത്ത് 196 ബൂത്തുകളാണുള്ളത്. ആദ്യം പട്ടാഴി പഞ്ചായത്തിലെ 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. തുടർന്ന് പട്ടാഴി വടക്കേക്കരയിലെ 12, പത്തനാപുരത്തെ 31, തലവൂരിലെ 31, പിറവന്തൂരിലെ 29, വിളക്കുടിയിലെ 28, മേലിലയിലെ 18, വെട്ടിക്കവലയിലെ 33 ഉൾപ്പെടെ 14 റൗണ്ടുകളിലായാണ് പത്തനാപുരത്ത് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നത്. കൊട്ടാരക്കരയിൽ 15 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ പൂർത്തീകരിക്കുക. 204 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ആദ്യ റൗണ്ടിൽ എണ്ണുന്നത് കുളക്കട പഞ്ചായത്തിലെ 27 ബൂത്തിലെ വോട്ടുകളാണ്. തുടർന്ന് മൈലത്തെ 29 ബൂത്തുകളിലെയും നെടുവത്തൂരിലെ 23, കൊട്ടാരക്കര നഗരസഭയിലെ 26, എഴുകോണിലെ 19, കരീപ്രയിലെ 25, വെളിയത്തെ 27, ഉമ്മന്നൂരിലെ 28 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. ഇരവിപുരത്ത് 191 ബൂത്തുകളാണുള്ളത്. കോർപ്പറേഷനിലെ 24 ഡിവിഷനുകളിലെ 143 ബൂത്തുകളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് മയ്യനാട് പഞ്ചായത്തിലെ 48 ബൂത്തുകളിലെ വോട്ടുകളും എണ്ണും. ആകെ 14 റൗണ്ടിലാണ് ഇരവിപുരത്തെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നത്. കൊല്ലത്ത് 190 ബൂത്തുകളാണുള്ളത്. ആദ്യ 2 റൗണ്ടുകളിൽ തൃക്കരുവ പഞ്ചായത്തിലെ വോട്ടുകളാണ് എണ്ണുക. തുടർന്ന് 2 റൗണ്ടിലായി പനയം പഞ്ചായത്തിലെ വോട്ടുകളും മണ്ഡലപരിധിയിലെ കോർപ്പറേഷൻ ഡിവിഷനിലെ 144 ബൂത്തുകളിലെ വോട്ടുകളും എണ്ണും. 14 റൗണ്ടുകളിലായി കൊല്ലത്തെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കും. കരുനാഗപ്പള്ളിയിൽ 214 ബൂത്തുകളാണുള്ളത്. ആദ്യ 2 റൗണ്ടുകളിൽ ആലപ്പാട് പഞ്ചായത്തിലെ 20 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. തുടർന്ന് ക്ലാപ്പനയിലെ 18, ഓച്ചിറയിലെ 25, തഴവയിലെ 32, കുലശേഖരപുരത്തെ 38, കരുനാഗപ്പള്ളി നഗരസഭയിലെ 42, തൊടിയൂരിലെ 39 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. 16 റൗണ്ടുകളിലായാണ് ഇവിടെ വോട്ടെണ്ണൽ. ചാത്തന്നൂരിൽ 196 ബൂത്തുകളാണുള്ളത്. ആദ്യ 2 റൗണ്ടുകളിൽ ആദിച്ചനെല്ലൂർ പഞ്ചായത്തിലെ 26 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. തുടർന്ന് പൂയപ്പള്ളിയിലെ 24, ചാത്തന്നൂരിലെ 26, ചിറക്കരയിലെ 21, പരവൂർ നഗരസഭയിലെ 33, പൂതക്കുളത്തെ 25, കല്ലുവാതുക്കലിലെ 41 ഉൾപ്പെടെ 14 റൗണ്ടുകളിലായാണ് ചാത്തന്നൂരിലെ വോട്ടെണ്ണൽ പൂർത്തിയാവുക. ചവറയിൽ 188 ബൂത്തുകളാണുള്ളത്. ആദ്യ 3 റൗണ്ടുകളിൽ പന്മന ഗ്രാമപഞ്ചായത്തിലെ 41 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണി തുടങ്ങുക. തുടർന്ന് ചവറയിലെ 38, തേവലക്കരയിലെ 36, തെക്കുംഭാഗത്തെ 16, നീണ്ടകരയിലെ 17 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. ബാക്കി കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ 40 ബൂത്തുകളിലെയും വോട്ടെണ്ണൽ
14 റൗണ്ടുകളിലായാണ് പൂർത്തീകരിക്കുക. ചടയമംഗലത്ത് 204 ബൂത്തുകളാണുള്ളത്. ആദ്യ 2 റൗണ്ടുകളിൽ വെളിനെല്ലൂർ പഞ്ചായത്തിലെ 24 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. തുടർന്ന് ഇളമാട് പഞ്ചായത്തിലെ 23ഉം ഇട്ടിവയിലെ 29ഉം ചടയമംഗലത്തെ 18ഉം നിലമേലിലെ 14ഉം കടയ്ക്കലിലെ 29ഉം കുമ്മിളിലെ 15ഉം ചിതറയിലെ 37ഉം അലയമണ്ണിലെ 16ഉം ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. ആകെ 15 റൗണ്ടുകളിലായാണ് ചടയമംഗലത്തെ വോട്ടെണ്ണൽ പൂർത്തിയാവുക. 227 ബൂത്തുകളുള്ള കുന്നത്തൂരിൽ ആദ്യ 2 റൗണ്ടുകളിൽ എണ്ണുന്നത് ശൂർനാട് വടക്കു പഞ്ചായത്തിലെ 28 ബൂത്തിലെ വോട്ടുകളാണ്. തുടർന്ന് പോരുവഴിയിലെ 24ഉം കുന്നത്തൂരിലെ 23ഉം ശാസ്താംകോട്ടയിലെ 27ഉം ശൂർനാട് തെക്കെ 18ഉം മൈനാഗപ്പള്ളിയിലെ 35ഉം പടിഞ്ഞാറേക്കല്ലടയിലെ 15ഉം മൺറോത്തുരുത്തിലെ 8ഉം കിഴക്കേക്കല്ലടയിലെ 19ഉം പവിത്രേശ്വരത്തെ 30ഉം ഇങ്ങനെ 17 റൗണ്ടുകളിലായാണ് കുന്നത്തൂരിലെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുന്നത്. പുനലൂരിൽ ആകെയുള്ളത് 220 ബൂത്തുകളാണ്. ആദ്യം എണ്ണുന്നത് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ 36 ബൂത്തുകളിലെ വോട്ടുകളാണ്. തുടർന്ന് കരവാളൂരിലെ 18ഉം അഞ്ചലിലെ 28ഉം പുനലൂർ നഗരസഭയിലെ 40ഉം ഏരൂരിലെ 30ഉം തെന്മലയിലെ 16ഉം ആര്യങ്കാവിലെ 16ഉം കുളത്തൂപ്പുഴയിലെ 29ഉം ബൂത്തുകളിലെ വോട്ടാണ് എണ്ണുക. ആകെ 16 റൗണ്ടുകളിലായാണ് പുനലൂരിലെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ സിലിണ്ടർ വിതരണത്തിൽ ഏജൻസികൾ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് ഉപഭോക്താക്കളുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. വർദ്ധിപ്പിച്ച പാചകവാതക സിലിണ്ടർ വിലയ്ക്ക് പുറമെ ബുക്കിംഗ് തീയതിയിൽ തിരിമറി നടത്തി കൂടുതൽ സാമ്പത്തിക അഴിമതി നടത്തുന്നതായി യോഗം ആരോപിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപകടത്തിലെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ പില്ലർ ഹൈവേ നിർമ്മിച്ച് പണി പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ ഏജൻസികൾ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് ഉപഭോക്താക്കളുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തി ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. വർദ്ധിപ്പിച്ച പാചകവാതക സിലിണ്ടർ വിലയ്ക്ക് പുറമെ ബുക്കിംഗ് തീയതിയിൽ തിരിമറി നടത്തി കൂടുതൽ സാമ്പത്തിക അഴിമതി നടത്തുന്നതായി യോഗം ആരോപിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപകടത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ പില്ലർ ഹൈവേ നിർമ്മിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രാക്ലേശം പരിഹരിക്കുക, കാട്ടുപന്നി ശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക, വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PM മൈദീൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാജഹാൻ പണിക്കത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. A ജമാലുദ്ദീൻ കുഞ്ഞ്, JM അസ്ലം, മുനമ്പത്ത് ശിഹാബ്, K ശശിധരൻപിള്ള, ലത്തീഫ് മാമൂഡ്, ഇസബൽ സൗമി, സോമരാജൻ നായർ, രാമാനുജൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നിയമങ്ങളെ മറികടന്ന് SN ട്രസ്റ്റ് കോളേജുകളിൽ കോടികളുടെ കോഴ നിയമനം നടത്തുന്നതായി SNDP സംരക്ഷണ സമിതി ആരോപിച്ചു. ഇത് സംസ്ഥാന ഖജനാവിന് വർഷം തോറും വൻ ബാധ്യത ഉണ്ടാക്കുന്നതായും സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. നിയമങ്ങളെ മറികടന്ന് കോളേജ് അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം. SN ട്രസ്റ്റ് കോളേജുകളിൽ കോടികളുടെ കോഴ നിയമനമാണ് നടക്കുന്നതെന്ന് SNDP സംരക്ഷണ സമിതി ആരോപിച്ചു. ഭാഷാ വിഷയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 2004 ഫെബ്രുവരി 26 ഉത്തരവ് പ്രകാരം ശ്രീനാരായണ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ SN കോളേജുകളിൽ 128 അധ്യാപക തസ്തികകൾ അധികവും ഒഴിവാക്കേണ്ടതുമാണെന്ന് ഉത്തരവ് നിലനിൽക്കെ 2026 ജനുവരിയിൽ വ്യാജരേഖകളും കള്ളക്കണക്കുകളും സബ്സിഡിയറി വിഷയങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം വിലയിരുത്താതെയും പരിശോധിക്കാതെയും SN ട്രസ്റ്റ് സെക്രട്ടറിയുടെ അവിഹിത സ്വാധീനത്തിന് വഴങ്ങി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടി തട്ടിക്കൂട്ട് അദാലത്ത് നടത്തി SN ട്രസ്റ്റ് കോളേജുകളിലേക്ക് 86 അധ്യാപക നിയമനങ്ങൾക്ക് അനുവാദം നൽകിയതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായാണ് SNDP സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ഇതുമൂലം സംസ്ഥാന ഖജനാവിന് 15 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് വർഷം തോറും സംഭവിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണവും നിയമന ഉത്തരവ് ഇറക്കിയതിനെ സംബന്ധിച്ചും നിയമനത്തിന് കോഴ വാങ്ങുന്നതിനെ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും SNDP സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് സർക്കാരിന് സമിതി ഹർജി നൽകിയതായും സംരക്ഷണ സമിതി ഭാരവാഹികളായ ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ,
ജനറൽ സെക്രട്ടറി എം വി പരമേശ്വരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് എന്നിവർ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ ചാപ്റ്റർ വിശദമായി പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 26/2/2024 ജിയോ നമ്പർ 273/2024 ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ഉത്തരവ്. ആ ഉത്തരവിന്റെ പകർപ്പാണ്, അത് ഞാൻ എടുത്തിട്ടില്ല, അതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ്. ഈ ഉത്തരവ് പ്രകാരം SN ട്രസ്റ്റിന്റെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ 128 അധ്യാപക തസ്തിക അധികമാണ്. അത് അബോളിഷ് ചെയ്തു. 128 അധ്യാപക തസ്തിക 2024 അബോളിഷ് ചെയ്യപ്പെട്ടിരിക്കുക. 26/2/2024 ഉത്തരവ് പ്രകാരം. കൂടാതെ അതിനുശേഷവും ശ്രീനാരായണ കോളേജുകളിൽ, ചാത്തന്നൂർ SN കോളേജിൽ ബോട്ടണിക്ക് കുട്ടികളില്ല. ഞാൻ ചില കോളേജ് മാത്രമേ പറയുന്നു. ചെങ്ങന്നൂർ SN കോളേജിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ വിഷയങ്ങളിൽ ഒറ്റ കുട്ടി പോലും ഇല്ല. MSc ഫിസിക്സിന് കഴിഞ്ഞ വർഷം ഒരു കുട്ടിയായി 2 കുട്ടികളായിരുന്നു അഡ്മിഷൻ എടുത്തത്. 2ാം വർഷം അവിടെ കുട്ടികളില്ല. അപ്പൊ ഈ അധ്യാപക തസ്തികയൊക്കെ അധികമാണ്. അപ്പോ 2024 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം അബോളിഷ് ചെയ്ത 128 അധ്യാപക തസ്തിക കൂടാതെ ഏകദേശം 100ഓളം തസ്തിക വീണ്ടും അധികമായി നിൽക്കുകയാണ് കൊല്ലത്തെ ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജുകൾ. ഈ വസ്തുതകളൊന്നും പരിശോധിക്കാതെ, ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്നും മനസ്സിലായിട്ട് മനസ്സിലാക്കാമെന്ന് നടിക്കാതെ ഏതാണ്ട് 86 അധ്യാപക തസ്തികയ്ക്ക് ഉത്തരവ് കൊടുത്തുകൊണ്ട് SN ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റിന് 1,10,00,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ വിജിലൻസിന് ചോദിച്ച ആളിന്റെ പേര് സഹിതമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നു. 1360 പേജുള്ള മുഴുവൻ ഫയലും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത ഘട്ടമായി ഞങ്ങൾ വരട്ടെ. 1ാം ഘട്ടമാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അത് ആദ്യത്തെ ഘട്ടമായി നിങ്ങൾക്ക് പരിശോധിക്കാം. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളിലെ അധിക അധ്യാപക തസ്തികയുടെ പൂർണ്ണ വിവരമാണ് ഇതിനകത്ത് ഈ ബുക്കിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട 7ാം മൈലിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കണമെന്ന ആവശ്യം. ആന്റി കറപ്ഷൻ മിഷൻ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതീകാത്മക ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. 7ാം മൈലിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റി കറപ്ഷൻ മിഷൻ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതീകാത്മക ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന ജനറൽ സെക്രട്ടറി PT ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടത്തറ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KP ചന്ദ്രൻ, തോമസ് വൈദ്യൻ, പറമ്പിൽ സുബൈർ, ശ്രീരാജ് ചിറ്റക്കാട്ട്, ബഷീർ ഒല്ലായിൽ, കൃഷ്ണകുമാർ, സുധാകരൻ കുന്നത്തൂർ, ഹരിദാസ് പതാരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. JSS കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുസ്ലിം ലീഗിൽ ചേർന്നതായ പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് JSS നേതാക്കൾ കൊല്ലത്ത് പറഞ്ഞു. JSSന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ പ്രവർത്തകരുമാണ് ലീഗിൽ പോയത്. ഇവരുമായി പാർട്ടിക്ക് നിലവിൽ യാതൊരു ബന്ധവുമില്ല. JSSന്റെ നിലവിലുള്ള നേതാക്കളോ പ്രവർത്തകരോ ലീഗിൽ ചേർന്നിട്ടില്ലെന്നും JSS നേതാക്കൾ അറിയിച്ചു. JSS കൊല്ലം ജില്ലാ സെക്രട്ടറിയും JSS പ്രവർത്തകരും മുസ്ലിം ലീഗിൽ ചേർന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് JSS നേതാക്കൾ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള ഒരു JSS നേതാവോ പ്രവർത്തകരോ മറ്റൊരു പാർട്ടിയിലും പോയിട്ടില്ല. 3 മാസം മുമ്പ് സംഘടനാവിരുദ്ധ നടപടികളുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുധാകരൻ പള്ളത്തും 4 പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. 3 മാസം മുമ്പ് ജില്ലാ പ്രസിഡന്റായിരുന്ന LIയത്ത് ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് അദ്ദേഹമാണ് നിലവിലെ ജില്ലാ സെക്രട്ടറി. JSSന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും 4 മുൻ പ്രവർത്തകരും മറ്റൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. അല്ലാതെ JSSൽ നിന്ന് ഒരാൾ പോലും മറ്റു പാർട്ടികളിൽ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു പത്രവാർത്തയെ തുടർന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടതായി തോന്നുന്നത്. JSSന്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ മുസ്ലിം ലീഗിൽ ചേർന്നു എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. JSSൽ നിന്ന് കഴിഞ്ഞ കാലത്ത്, അതായത് ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്ന സുധാകരൻ പള്ളത്തും ഒരു 4 പ്രവർത്തകരും JSSൽ നിന്ന് നടപടിക്ക് വിധേയമായി
നേരത്തെ പുറത്താക്കിയിട്ടുള്ളതാണ്. അവരാണ് JSSന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറി ഭാരവാഹികളും കൂട്ടത്തോടെ പോയി എന്നുള്ള തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ സുധാകരൻ പള്ളത്തിനെയും ഒപ്പമുള്ള 4 പ്രവർത്തകരെയും സംസ്ഥാന കമ്മിറ്റി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുകയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും ഉണ്ടായിട്ടുണ്ട്. JSS രൂപീകരിച്ച് 10 വർഷം കഴിഞ്ഞ് വിവിധ RSPകളിൽ പ്രവർത്തിച്ചതിനു ശേഷം JSSൽ വരികയും പിന്നീട് ജനതാദളിൽ പോവുകയും അവിടെ നിന്ന് വീണ്ടും RSPയിൽ പോവുകയും വീണ്ടും JSSൽ അഭയം തേടുകയും ചെയ്ത രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായ സുധാകരൻ പള്ളത്താണ് മുസ്ലിം ലീഗിൽ ചേർന്നത്. ഇയാളുമായി JSSന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി LIH ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സുനിൽ ദത്ത, ഹരി പട്ടാജി, N ബാഹുലേയൻ, നീലികുളം സിബു, VP അനിൽകുമാർ, വേലായുധൻ, എലിസബത്ത്, തുളസി തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS എന്നിവിടങ്ങളാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത് കുന്നത്തൂരിൽ. 227 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഏറ്റവും കുറവ് ബൂത്തുകൾ ചവറയിൽ. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. കൊല്ലം കുപ്പണ സ്വദേശിയായ യുവാവിനെയാണ് ആക്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.